നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പഞ്ചദിന സത്യാഗ്രഹം. പത്തനാപുരം താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളുടെ പടിക്കൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക് അരി പത്തനാപുരത്തും. കലഞ്ഞൂർ സ്വദേശി വാങ്ങിയ 10 കിലോയുടെ അരി പാക്കറ്റിൽ പ്ലാസ്റ്റിക് അരി. ആവണീശ്വരത്തെ 6 കുടുംബങ്ങളുടെ ആശ്രയമായ കിണറ്റിൽ സാമൂഹ്യ വിരുദ്ധർ കരിയോയിൽ കലർത്തി. സംഭവം ലോക ജലദിനത്തിൽ. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പത്തനാപുരം താലൂക്കിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളുടെ പടിക്കൽ പഞ്ചദിന സത്യാഗ്രഹ യോഗം സംഘടിപ്പിച്ചു. തലവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടന്ന യോഗം CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം M മീരപിള്ള ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികൾ പണി കിട്ടുന്നില്ല. രാജ്യത്തെ സമ്പർക്കങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാർഷിക പ്രശ്നങ്ങൾ പരിഹാരം നടത്തുവാൻ സാധിക്കുന്നില്ല. കർഷകർ ഉത്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല. അതുപോലെ ഉത്പാദനത്തിൽ വർദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും കാർഷിക മേഖലയിൽ നിന്ന് കൃഷിക്കാർ പാലായനം ചെയ്യുന്നു. സ്വാഭാവികമായി കൃഷിക്കാരാണെന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് പദ്ധതിയാവുന്നത് ആരെന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദശലക്ഷക്കണക്കിന് തൊഴിലാളികളാണ്. തൊഴിലുറപ്പ് പദ്ധതി പരിമിതപ്പെടുത്തരുത്. തൊഴിലുറപ്പ് നിയമം സംരക്ഷിക്കുക. ദിവസവേതനം 320 ആക്കുക. കൃഷി, പരമ്പരാഗത തൊഴിൽ മേഖല എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. കൂലി കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുക. തൊഴിൽ സമയം 9 മണി മുതൽ 4 മണി വരെയാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPM അനുകൂല തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഘടനയായ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പഞ്ചദിന സത്യാഗ്രഹം നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ RS ബീന അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വാസുദേവൻ ഉണ്ണി, ജലജകുമാരി, കലാദേവി, ജോളി അലക്സ് എന്നിവർ സംസാരിച്ചു. സോമശേഖരപിള്ള സ്വാഗതം പറഞ്ഞു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം B അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പട്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഏരിയ കമ്മിറ്റി അംഗം ബിജു കെ മാത്യു, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ മുഹമ്മദ് അസ്ലം, പട്ടാഴി വടക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ലൈവ് വാർത്ത പത്തനാപുരം. പുനലൂർ നഗരസഭയിലെ ലേല നടപടികൾ 3ാം തവണയും മാറ്റിവെച്ചു. ലേലത്തിൽ ഉൾക്കൊള്ളിച്ച കരാറുകൾക്ക് മതിപ്പ് തുക ലഭിക്കാത്തതാണ് മാറ്റിവെക്കാൻ കാരണം. നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനത്തിൽ മുതൽക്കൂട്ടാകേണ്ട വലിയ ഒരു വിഭാഗം റവന്യൂ വരുമാനമാണ് ഇതുമൂലം 3ാം തവണയും ഇല്ലാതാകുന്നത്. 25-ന് നഗരസഭയിലെ 2015-16 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് കോടികൾ വരുമാനം പ്രതീക്ഷിക്കുന്ന ലേല നടപടികൾ മുടങ്ങിയത്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, ഇറച്ചി സ്റ്റാളുകൾ, കംഫർട്ട് സ്റ്റേഷൻ തുടങ്ങി 8 തരം ലേലമാണ് പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം ലേലം പോയ തുക പോലും വിളിക്കുവാൻ ലേലത്തിൽ പങ്കെടുക്കുന്നവർ തയ്യാറാകാത്തതിൽ ദുരൂഹതയുള്ളതായി കണക്കാക്കുന്നു. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ഒറ്റക്കെട്ടായി നിന്ന് ലേലം മുടക്കി ഇപ്പോൾ അവരവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ മുൻ തുകയ്ക്ക് തന്നെ വിളിച്ചെടുക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏപ്രിൽ 1-ന് മുൻ ലേലത്തിന്റെ കാലാവധി അവസാനിക്കും. ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ലേലം നടത്താത്തതും നഗരസഭയുടെ റവന്യൂവിനെ സാരമായി ബാധിക്കും. അടിയന്തരമായി കൌൺസിൽ ചേർന്ന് നല്ല തുകയ്ക്ക് ലേലം നടത്തുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വൈസ് ചെയർമാൻ പറഞ്ഞു. 10/3/2015 ലേലത്തിൽ വെച്ച സാധനങ്ങൾ പോകാത്തതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും റീലേലം 23-ാം തീയതി ഇന്നത്തെ ദിവസത്തേക്ക് വെച്ചിരുന്നു. 8 ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നും തന്നെ ലേലം പോയിട്ടില്ല. അപ്പം കൗൺസിലുമായിട്ട് ആലോചിച്ച് അടിയന്തരമായിട്ട് നമ്മുടെ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഈ മാർക്കറ്റുകളൊക്കെ തന്നെ നല്ല തുകയ്ക്ക് പോകത്തക്ക രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കും. തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ വകയാണ് ഇതെല്ലാം. അപ്പം മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നതാണ്. അപ്പോൾ അടിയന്തരമായിട്ട് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പോകുന്നതിന് വേണ്ടി, പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം മേഖലയിലും പ്ലാസ്റ്റിക് അരി വ്യാപകം. കലഞ്ഞൂർ സ്വദേശി വീട്ടാവശ്യത്തിന് വാങ്ങിയ അരിയിലാണ് പ്ലാസ്റ്റിക് അരിയും ഉൾപ്പെട്ടത്. കലഞ്ഞൂർ ഇടത്തറ ശ്യാംനിവാസിൽ മോഹനൻപിള്ളയുടെ വീട്ടിൽ വാങ്ങിയ അരി പാചകം ചെയ്തപ്പോഴാണ് പ്ലാസ്റ്റിക് കണ്ടെത്തിയത്. ഒരാഴ്ച മുമ്പാണ് മോഹനൻപിള്ള പെരിയാർ കമ്പനിയുടെ 10 കിലോഗ്രാം തൂക്കം വരുന്ന ഒരു പാക്കറ്റ് അരി വാങ്ങിയത്. പാചകത്തിനിടയിൽ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് പ്ലാസ്റ്റിക് കണ്ടെത്തിയത്. അരിയുടെ തിളക്കവും കഞ്ഞിവെള്ളത്തിന്റെ കട്ടിയുള്ള പാടയുമാണ് സംശയത്തിന് ഇടവരുത്തിയത്. പാട കത്തിച്ചപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഗന്ധമുയരുകയും ഇത് ഉരുകി വീഴുകയും ചെയ്തു. എന്നാൽ അരി വേവിക്കുമ്പോൾ നിറത്തിലോ മണത്തിലോ രുചിയിലോ വ്യത്യാസമില്ല. ചൈന, തായ്ലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇത്തരം അരി ഇറക്കുമതി ചെയ്യുന്നതത്രേ. പ്ലാസ്റ്റിക്കിലെ അരി ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾക്കും കാരണമാണ്. ഊറ്റിയ കഞ്ഞവെള്ളത്തിന്റെ പാട എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അത് ഭയങ്കര കട്ടി.
അപ്പോൾ എനിക്കൊരു സംശയം കൊണ്ട് ഇച്ചിരി നേരം വെയിലത്തോട്ട് കൊണ്ടുവച്ച്. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞ് തീപ്പെട്ടി എടുത്തൊന്ന് കത്തിച്ച് നോക്കിയപ്പോൾ അത് അസൽ പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ പൊട്ടിത്തെറിച്ചുള്ള സൗണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വാടകയുമായിരുന്നു. ഈ അരിയുടെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ പാട വരുന്നത് പ്ലാസ്റ്റിക് ആണെന്ന് അറിഞ്ഞതിന് ശേഷം കഞ്ഞിവെള്ളം കുടിക്കാനും മടിക്കുന്നു. തുണി മുക്കാൻ പോലും കൊള്ളാം. പിന്നെ ചോറ് കഴിക്കാനും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മടി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ലൈവ് വാർത്ത പത്തനാപുരം. പുനലൂർ റൂറൽ സഹകരണ സംഘത്തിന്റെ അഷ്ടമംഗലം സ്വാശ്രയ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. മുൻ മുനിസിപ്പൽ ചെയർമാൻ എം.എ. രാജഗോപാൽ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റൂറൽ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന അഷ്ടമംഗലം സ്വാശ്രയ സംഘം പൊരീക്കലിൽ ആണ് വിപണന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. സ്വാശ്രയ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് കൂടാതെ സംഘം നടത്തുന്ന വിവിധയിനം പദ്ധതികൾ സഹകാരികളിൽ എത്തിക്കാനും ഇതുവഴി ലക്ഷ്യമിടുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിന് സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ എം.എ. രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്ക് കുടുംബങ്ങൾക്ക് നല്ല വരുമാനമാണ്. ഒരു പുരുഷ കേന്ദ്രീകൃതമായ നമ്മുടെ സാമൂഹ്യ അവസ്ഥയിൽ നേരത്തെ പോലെ സ്ത്രീകളെ അംഗീകരിക്കാൻ നമുക്ക് ജോലിയുണ്ടല്ലോ. പുരുഷൻ അധ്വാനിച്ച് വീട്ടിൽ കൊണ്ടുവരിക, സ്ത്രീകൾ വീടുകളെയൊക്കെ നിർവഹിക്കുക, കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുക, ഇങ്ങനെയുണ്ടായിരുന്ന സാമൂഹ്യ അവസ്ഥ ഉണ്ടാക്കുകയാണ്. എന്നാൽ ഇന്നലെ അയൽക്കൂട്ടങ്ങളുടെ ആവിർഭാവത്തോടുകൂടി മാറി വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന്റെ വരുമാനമാണ് ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വളർച്ചയ്ക്കുള്ളത്. അപ്പൊ കുടുംബത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് പുരുഷന്റെ മാത്രം വരുമാനം പോരാ, മറിച്ച് സ്ത്രീകൾക്ക് കൂടി വരുമാനം ഉണ്ടാകണം എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ അയൽക്കൂട്ട സംവിധാനങ്ങളെ, അതേപോലെ തന്നെ ഈ ബാങ്കുകൾ, സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിച്ചൊക്കെ ചെയ്യേണ്ടത്. പുനലൂർ നഗരസഭ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് തൊഴിൽ പരിശീലന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അഷ്ടമംഗലം വാർഡ് കൌൺസിലർ എസ് പൊടിയൻപിള്ള ആദ്യ വിൽപ്പന നിർവഹിച്ചു. കേളങ്കാവ് വാർഡ് കൌൺസിലർ കെ കനകമ്മ, അഷ്ടമംഗലം മുൻ കൌൺസിലർ എസ് ശ്രീകല, പുനലൂർ സർവീസ് സഹകരണ ബോർഡ് അംഗങ്ങളായ കെ പുഷ്പാങ്കദൻ, ആർ ബാലചന്ദ്രൻ പിള്ള, ബി വിജയൻ നായർ, അഡ്വക്കേറ്റ് എൻ ചന്ദ്രബാബു, തൊഴിൽ പരിശീലന കൺസൾട്ടന്റ് കെ എസ് പ്രസാദ്, കുടുംബശ്രീ ADS ചെയർപേഴ്സൺ ശ്രീകുമാരി മോഹൻ, ജലജകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സാമൂഹ്യ വിരുദ്ധരുടെ ഹീനപ്രവൃത്തിയിൽ ലോക ജനദിനത്തിൽ കുടിവെള്ളം മുട്ടിയത് 6 കുടുംബങ്ങൾക്ക്. സാമൂഹ്യ വിരുദ്ധർ കിണറ്റിൽ കരിയോയിൽ ഒഴിച്ചാണ് ആവണീശ്വരത്തെ 6 കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചത്. മാർച്ച് 22 ഞായറാഴ്ച ലോകമെമ്പാടും ജലദിനം ആചരിച്ചപ്പോൾ ആകെയുണ്ടായിരുന്ന ജലസ്രോതസ്സിൽ സാമൂഹ്യ വിരുദ്ധർ കരിയോയിലൊഴിച്ചതിന്റെ നടുക്കത്തിലാണ് കുന്നിക്കോട് ആവണീശ്വരത്തെ 6ഓളം വീട്ടുകാർ. ആവണീശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപത്തായുള്ള യൂനിസ് കുട്ടിയുടെ ഉടമസ്ഥയിലുള്ള കിണറ്റിലാണ് ശനിയാഴ്ച രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ ലിറ്റർ കണക്കിന് കരിയോയിലൊഴിച്ചത്. യൂനിസ് കുട്ടിയുടെ കെട്ടിടത്തിലായി 6 വീട്ടുകാരാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവരുടെ ഏക കുടിവെള്ള സ്രോതസ്സാണിത്. ഞായറാഴ്ച രാവിലെ വാടകക്കാരിലൊരാൾ കുളിക്കാനായി വെള്ളം കോരിയപ്പോഴാണ് കരിയോയിൽ കണ്ടത്. കിണർ വെള്ളത്തിന്റെ മുകൾ ഭാഗം മുഴുവനും കരിയോയിൽ നിറഞ്ഞ നിലയിലാണ്. കടുത്ത വേനലിലും വറ്റാത്ത കിണറ്റിലായാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഈ കൊടും ക്രൂരത. കുന്നിക്കോട്, ആവണീശ്വരം തുടങ്ങിയ പ്രദേശങ്ങളിലെ മിക്ക കിണറുകളും വരൾച്ചയുടെ പിടിയിലാണ്. ഈ സ്ഥിതി നിലനിൽക്കെയാണ് സാമൂഹ്യ വിരുദ്ധർ 6 വീട്ടുകാരുടെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുന്നത്. സമീപത്തെ ഹോട്ടലിലെ ആവശ്യങ്ങൾക്കുള്ള വെള്ളവും ഈ കിണറ്റിൽ നിന്ന് തന്നെയായിരുന്നു ശേഖരിച്ചിരുന്നത്. കുടിവെള്ളം മുട്ടിയതോടെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നൊമ്പരപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ താമസക്കാർ. ഇപ്പൊ ഈ വേനൽക്കാലത്ത് ഈ കുടിവെള്ളം ഇല്ലാത്ത സമയത്ത് ഈ കാണിച്ചത് മഹാവൃത്തികെട്ട ഒരു പരിപാടി തന്നെയായിരുന്നു. കാരണം ഇതിന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലും അവർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സാമൂഹിക വിരുദ്ധർ തന്നെയാണ്. വേറെ ആരാ ഇതിനകത്തുള്ള ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ആരാ പിന്നെ ഈ പരിപാടി ചെയ്യുന്നത്? കുടിവെള്ളം നശിപ്പിച്ചതിനകത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രതിഷേധമുണ്ട്. അവനക്ക് എന്താ ഗതി കിടക്കോ, അവനക്ക് എന്താ മരിപ്പ് കിടക്കോ, പരിപാടി ആക്കിട്ടാനേ അവനക്ക് സാവ് എവിടെ വെന്ത് പുഴു സാവതാണോ, അവൻ എവിടെ മൈനക്കരയിലെ പോയി സാവതാണോ. ഇത് സംബന്ധിച്ച് കുന്നിക്കോട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലത്രേ. സംഭവസ്ഥലം സന്ദർശിക്കാൻ കൂടി പോലീസ് തയ്യാറായില്ലെന്നും നാട്ടുകാർക്കിടയിൽ ആക്ഷേപമുണ്ട്. ലൈവ് വാർത്ത പത്തനാപുരം. ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ പാലിയേറ്റീവ് കെയർ പരിചരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സ്നേഹസ്പർശം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ സഹായിക്കുവാൻ വലിയ മനസ്സിലുള്ളവരായ ഒരു വലിയ സമൂഹം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കാം. ഇന്ന് ഞങ്ങൾ പാലിയേറ്റീവ് പരിപാടിക്ക് പഞ്ചായത്ത് ഫണ്ട് എന്ന് പറയുന്നത് 30,000 രൂപ. സ്നേഹസ്പർശം പരിപാടിയുടെ ഭാഗമായി പാലിയേറ്റീവ് കെയറിന്റെ പരിചരണ വിഭാഗത്തിൽപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി.
ചിതറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ് അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ SR രാകേഷ് സ്വാഗതം പറഞ്ഞു. രോഗികൾക്കുള്ള ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരമ്പ് അൻസർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാജിദ യൂസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ മാറ്റാപ്പള്ളി മുഹമ്മദ് റാഫി, മുല്ലശ്ശേരി സജീം, മതിര വിജയൻ, ഡിനി തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത കടക്കൽ. വെഞ്ചേമ്പ് കോക്കാട് റോഡിൽ വെഞ്ചേമ്പ് ഭാഗത്ത് രൂപപ്പെട്ട അഗാധമായ ഗർത്തം അപകട ഭീഷണി ഉയർത്തുന്നു. ടാറിങ്ങിനോട് ചേർന്ന് ആരംഭിക്കുന്ന ഗർത്തത്തിൽ വലിയ അപകടങ്ങളാണ് പതിയിരിക്കുന്നത്. ബസ് ഉൾപ്പെടെ ദിനംപ്രതി വലുതും ചെറുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന് വശത്തായാണ് മണ്ണിടിഞ്ഞ് അഗാധമായ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. സ്ഥലം ഇടിഞ്ഞ് അള്ളയായിട്ടിരിക്കുക. ആ ഭാഗം വളരെ ഡേഞ്ചറാണ്. പിന്നെ ജനങ്ങൾക്ക് വാഹനം അടുത്ത കാലവർഷത്തിൽ ഇത് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഇതിന് വേണ്ടുന്ന ശ്രദ്ധ എടുക്കണം. കണ്ണൊന്നു ചിമ്മിയാൽ ഏതു നിമിഷവും അപകടം പതിയിരിക്കുന്ന അവസ്ഥ. 100 അടിയോളം താഴ്ചയുള്ള വയലിലേക്കാവും വാഹനങ്ങൾ പതിക്കുക. ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി. റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്തോ കരിങ്കൽ ഭിത്തി കെട്ടി ഉയർത്തിയോ അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരും. 1/2 നൂറ്റാണ്ട് മുമ്പ് കാളവണ്ടി കടന്നുപോകുന്നതിനു വേണ്ടി നിർമ്മിച്ച റോഡാണിത്. കാലം കടന്നിട്ടും അവികസനത്തിന്റെ മാറാപ്പ് സമ്മാനിച്ച അഗാധമായ ഗർത്തം മാത്രമാണ് ബാക്കി. അവികസിതമായ മേഖലയിൽ പോലും ദേശീയപാത നിലവാരത്തിൽ റോഡുകൾ വന്നിട്ടും 1/2 നൂറ്റാണ്ട് പഴക്കമുള്ള റോഡിനെ അവഗണിക്കുകയാണെന്ന് ആക്ഷേപമുയരുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ താൽപര്യം ലക്ഷ്യമിടുന്നത് മൂലം പ്രദേശത്ത് വികസന മുരടിപ്പാണെന്നും ആക്ഷേപമുയരുന്നുണ്ട്. കാളവണ്ടി യുഗത്തെ പോലും വെല്ലുന്ന നിലയിലുള്ള അവികസനത്തിന്റെ ഒരു മാറാപ്പ് പേറുന്ന ഗതികേടിലാണ് വെഞ്ചേമ്പ് നിവാസികൾ. ഇപ്പോൾ ഈ കാണുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു 100 അടിയോളം താഴ്ചയിലുള്ള ഒരു കൊക്കയാണ്. ഇത് 1/2 നൂറ്റാണ്ടിന് ശേഷം യാതൊരു വികസന പ്രവർത്തനവും ഈ പ്രദേശത്ത് റോഡിനെ സംബന്ധിച്ച് നടന്നിട്ടില്ല. അന്നുണ്ടായിരുന്ന റോഡിനേക്കാൾ ഉപരി അവികസിതമായ ജനസാന്ദ്രത കുറഞ്ഞ പല പ്രദേശത്തും ഹൈവേ നിലവാരത്തിലുള്ള റോഡുകൾ വന്നിട്ട് പോലും ഈ പ്രദേശത്ത് ആ യുഗത്തിലുള്ള റോഡുകളുമായിട്ട് കഴിഞ്ഞുകൂടാനാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ വിധി. പല പ്രബല രാഷ്ട്രീയ സംഘടനകളുടെയും ജനപ്രതിനിധികളും വലിയ നേതാക്കളും ഒക്കെ ഉള്ള ഈ പ്രദേശത്ത് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുന്നിൽ നിർത്തിയുള്ള ചില കളികളാണ് നടക്കുന്നത്. അടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അധികൃതർ ബന്ധപ്പെട്ട് PWDയുടെ അധീനതയിലുള്ള ഈ റോഡിന്റെ വികസനം ഇവിടെ കോൺക്രീറ്റ് കെട്ടോ മറ്റോ ഒക്കെ നടത്തി ഈ നാട്ടാരെയും സുരക്ഷയുടെ പാതയൊരുക്കണമെന്നാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം തരം തുല്യതാ പഠന കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹന് സ്വീകരണം നൽകി. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് പുരസ്കാരം ലഭിച്ച കൊല്ലം ജില്ലാ പഞ്ചായത്തിന് തിളക്കമാർന്ന നേതൃത്വം നൽകുകയും ജില്ലാ സാക്ഷരതാ മിഷൻ ചെയർമാനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന S. ജയമോഹനെ പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ തുല്യതാ പഠന കേന്ദ്രം പൊന്നാട അണിയിച്ച് ആദരിച്ചു. കൂടാതെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ അംഗങ്ങളായ അഡ്വക്കേറ്റ് SE സഞ്ജയ് ഖാൻ, വിജയമ്മ ചന്ദ്രമോഹൻ എന്നിവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ അധ്യക്ഷത വഹിച്ചു. V. സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം നിർവഹിച്ചു. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ പങ്കെടുക്കാൻ വേണ്ടി പേര് രജിച്ചിട്ടുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകുന്നത് ആവശ്യമാണ്. അപ്പൊ കൊല്ലം ജില്ലാ പഞ്ചായത്ത് തുടക്കം മുതൽ തന്നെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അതിനകത്ത് സാക്ഷരതാ പ്രവർത്തനം അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനെന്ന് പറയുന്നത് സഞ്ജയ് മനസ്സിൽ വിചാരിക്കുന്നത് പഴയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നതുകൊണ്ടായിരിക്കും കൊല്ലത്തെ. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അടക്കമുള്ള ആളുകൾ ആദ്യത്തെ ജില്ലാ പഞ്ചായത്തിൽ അംഗങ്ങളായിരുന്ന് തെളിച്ചു കൊടുത്ത വഴിയിലൂടെ നിങ്ങളിത് പോകുന്നത്. അതുകൊണ്ടാണ് ഈ സമ്മാനം നിങ്ങൾക്ക് കിട്ടിയത്, ഈ അവാർഡ് നിങ്ങൾക്ക് കിട്ടിയത് എന്നാണ്.
സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ എം സുജയ്, നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ഉപഹാര സമർപ്പണത്തിന് എസ് ജയമോഹൻ നന്ദി പ്രകാശിപ്പിച്ചു. 20 വർഷക്കാലമായി സംവിധാനത്തിന് രൂപം നൽകിയെങ്കിലും ആദ്യമായിട്ടാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഒന്നാമതായി എത്തിച്ചേരുകയും ചെയ്യും. അത് നമ്മുടെ ജില്ലയിലെ മുഴുവൻ ജനങ്ങളും അത് സന്തോഷിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അത് നോക്കിക്കാണുകയും നല്ല കാര്യങ്ങളെ നല്ലതായി തന്നെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ആണ് ഈ സ്വീകരണങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ വ്യാപകമായി ലഭിക്കുന്നതെന്നാണ് ഞങ്ങൾ കാണുന്നത്. അത് സാക്ഷരത രംഗത്താണെങ്കിൽ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി മാതൃകാപരമായി നമ്മുടെ ജില്ലയിൽ നടന്നു വരുന്നതെങ്കിലും സംസ്ഥാനത്തെ ഏറ്റവും മെച്ചപ്പെട്ട വിജയ ശതമാനം നമുക്ക് നേടാൻ കഴിഞ്ഞ 2 വർഷമായി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. പുനലൂർ നഗരസഭാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എ അനസ്, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ലൈല ബിബി, പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ആർ അജികുമാർ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, സാക്ഷരതാ മിഷൻ മേഖലാ കോർഡിനേറ്റർ SP ഹരിഹരൻ ഉണ്ണിത്താൻ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ പി മുരുകദാസ്, HM AP ലത, പ്രിൻസിപ്പൽ KN ഗോപകുമാർ, ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D ശാന്ത, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി റെനി ആന്റണി, സ്കൂൾ SMC പ്രസിഡന്റ് ഷാജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി ഉത്സവ കാഴ്ചകൾ. പുനലൂർ ഭരണിക്കാവ് ശ്രീഭദ്രാദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം നാടിന് ആവേശമായി. വിവിധ കലകൾ കെട്ടിയൊരുക്കിയ കെട്ടുകാഴ്ചകൾ പുനലൂർ നഗരത്തിൽ സംഗമിച്ച ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി നീങ്ങിയത്. ചെണ്ടമേളങ്ങൾ, ബാൻഡുമേളങ്ങൾ, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, ചലന നിശ്ചല ദൃശ്യങ്ങൾ, താലപ്പൊലി, മുത്തുകുടകൾ തുടങ്ങിയവ കെട്ടുകാഴ്ചയ്ക്ക് മിഴിവേകി. മീനഭരണിയോടനുബന്ധിച്ച് നെടുമങ്ങാട് വെള്ളനാട് ഭദ്രാദേവി ക്ഷേത്രത്തിലെ പറനേറ്റ് ശ്രദ്ധേയമായി. പ്രത്യേക റിപ്പോർട്ട്. 3 വർഷത്തിലൊരിക്കലാണ് പറനേറ്റ് എന്ന ചടങ്ങ് വെള്ളനാട് ഭദ്രാദേവി ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത്. 41 പടികൾക്ക് മുകളിൽ തയ്യാറാക്കിയ പ്രത്യേക തട്ടാണ് പറനേറ്റിന്റെ വേദി. ഏതാണ്ട് 70 അടിയോളം ഉയരത്തിലാണ് ഈ തട്ട്. വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ദേവിയുടെ തിരുമുടിയേന്തിയ ആൾ പടി കയറി മുകളിലെത്തും. തുടർന്ന് നടക്കുന്ന തോറ്റംപാട്ടിനും പ്രത്യേക പൂജകൾക്കും ശേഷമാണ് ദേവി ദാരിക യുദ്ധം നടക്കുക. ദാരികനായി ദേവിയുടെ തട്ടിന് എതിർവശത്ത് തന്നെ മറ്റൊരു തട്ടും ഉയരും. മണിക്കൂറുകൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ ദേവി ദാരികനെ നിഗ്രഹിക്കുന്നതോടെ ചടങ്ങുകളുടെ സമാപനത്തിന്
തുടക്കമാകും. ആയിരക്കണക്കിന് ഭക്തരാണ് പറനേറ്റിന് സാക്ഷിയാകാൻ എത്തിയത്. കൊല്ലങ്കോട്, വെള്ളായണി, വെള്ളനാട് എന്നീ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് അത്യപൂർവമായ പറനേറ്റ് ചടങ്ങ് നടക്കാറുള്ളത്. ഉത്സവത്തിന്റെ ഭാഗമായി അശ്വതിനാളിൽ നടന്ന ഉരുൾനേർച്ചയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കാളികളായി. മീനഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗരുഡൻ തൂക്കവും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. തലവൂർ മഞ്ഞക്കാല ആറ്റൂർക്കാവ് ദേവി ക്ഷേത്രത്തിലെ അശ്വതി തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി നിർധന രോഗികൾക്കുള്ള സഹായനിധി വിതരണം ചെയ്തു. KLDC ചെയർമാൻ ബെന്നി കക്കാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കാവ് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായ കാവുകളും കുളങ്ങളും സംരക്ഷിക്കുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചവർ പ്രിയങ്കരനായ ശ്രീ KM മാണി സാറ് ആ കാവുകളും കുളങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് ബഡ്ജറ്റിൽ വെക്കുകയുണ്ടായി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആറ്റൂർക്കാവ് ദേവസ്വം ട്രസ്റ്റ് സ്ഥാപകാംഗം T. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ TK നിതിൻ, സെക്രട്ടറി സോമനാഥ പിള്ള എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പൊങ്കാല മഹോത്സവത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ലൈവ് വാർത്ത പത്തനാപുരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പഞ്ചദിന സത്യാഗ്രഹം. പത്തനാപുരം താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളുടെ പടിക്കൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക് അരി പത്തനാപുരത്തും. കലഞ്ഞൂർ സ്വദേശി വാങ്ങിയ 10 കിലോയുടെ അരി പാക്കറ്റിൽ പ്ലാസ്റ്റിക് അരി. ആവണീശ്വരത്തെ 6 കുടുംബങ്ങളുടെ ആശ്രയമായ കിണറ്റിൽ സാമൂഹ്യ വിരുദ്ധർ കരിയോയിൽ കലർത്തി. സംഭവം ലോക ജലദിനത്തിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.